എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഒരു ഉച്ചഭക്ഷണത്തിൻ്റെതാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പൈനാപ്പിൾ വെച്ചിട്ടുള്ള 2 വ്യത്യസ്തമായ റെസിപ്പികളും കയ്പയ്ക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിനകത്തുള്ളത്. മധുരക്കറി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തന്നെ ഈ കറി ഇഷ്ടമാവും. പൈനാപ്പിൾ കറി വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ പാചകത്തിൽ തുടക്കക്കാരൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കാണിക്കാം. പൈനാപ്പിൾ ഇതേപോലെ മുറിച്ചെടുക്കുക, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി ഇതേപോലെ കളഞ്ഞെടുക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലിയ കഷ്ണം തന്നെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളയാൻ പ്രയാസമായിരിക്കും. തൊലി കളയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കറുപ്പ് കുത്തും കൂടെ കളയണം. ചില പൈനാപ്പിളൊക്കെ ചൊറിച്ചിൽ വരും, എല്ലാവർക്കും ഒന്നുമില്ല, ചിലർക്കൊക്കെ ചൊറിയും. പിന്നെ ഇതിൻ്റെ ഈ നടുക്ക് കാണുന്ന ആ ഒരു കട്ടി ഭാഗം കളയണം, അതും അങ്ങനെ ചെത്തിക്കളയണം. അത് ഇതേപോലെ നീളത്തിൽ മുറിച്ചിട്ട് അങ്ങനെ കളയുക, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോന്ന് കളയുകയാണെങ്കിലും അങ്ങനെ ചെയ്താലും മതി. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം കുറച്ച് ഭാഗം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നെയ്യാവുമ്പോൾ കുറച്ചും കൂടെ സ്വാദാണ്. എന്നിട്ട് അതിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ പൈനാപ്പിളും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന ശേഷം അതിനകത്തേക്ക് അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. കൂടുതൽ നേരം വഴറ്റൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വഴറ്റിയ ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പൈനാപ്പിൾ കൂടുതൽ മധുരം ഇല്ലെങ്കിൽ കുറച്ച് ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ശർക്കര ഉരുക്കിയതോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ എങ്ങനെയായാലും അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് കുറുകി വരുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അത് കുറുകി വരുമ്പോഴേക്കും ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 1/4 ജാറ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളകും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. പൈനാപ്പിളിനകത്തെ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. മോര് തന്നെ വേണമെന്നില്ല, തൈര് ഉടച്ചിട്ട് അത് ചേർത്താലും മതി. മോരായാലും തൈരായാലും നിങ്ങൾ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. പൈനാപ്പിൾ വെച്ച് മോര് കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരച്ച് ചേർത്തും വഴറ്റിയിട്ടൊക്കെയാണോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത്? പൈനാപ്പിൾ കുറച്ച് ഭാഗം അരച്ച് ചേർത്തതും അതേപോലെ തന്നെ വഴറ്റും കൂടെ ചെയ്യുമ്പം അതൊരു പ്രത്യേക സ്വാദാണ് കറിക്ക്. ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇതേപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും. കൂടുതലായിട്ട് തിളപ്പിക്കരുത്. ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ഉണക്കമുളക്. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. മുളക് പൊടി നമ്മൾ ആദ്യം കറിക്കകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കടുക് വറക്കുന്ന സമയത്ത് ഇതിനകത്തേക്കാണ് മുളക് പൊടി ഇടേണ്ടത്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഇടരുത്, കാരണം ഉലുവ ഇട്ടതാണ്. അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരു നുള്ളു ഉലുവാപ്പൊടി. അതും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് പൈനാപ്പിളിൻ്റെ കൂടെ കുറച്ച് മത്തനും കൂടെ ചേർത്തിട്ടുള്ള ഒരു പച്ചടിയാണ്. മത്തനും പൈനാപ്പിളും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. നന്നായിട്ട് വെന്ത ശേഷം അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ചൂടാറിയ ശേഷം നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് മറ്റേ പൈനാപ്പിളിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് വെള്ളം ചേർക്കരുത്, കാരണം പച്ചടി ആവുമ്പോൾ ഒന്ന് കുറുകിയിരിക്കണമല്ലോ. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂടുതലാവാൻ പാടില്ല. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 2 ടേബിൾ സ്പൂണോളം തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി തിളച്ച് വന്ന പൈനാപ്പിളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അരപ്പിൻ്റെ ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചൊന്നത് ആക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. കൂടുതലായിട്ട് തിളപ്പിക്കാൻ വെക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അത് പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടെങ്കിൽ പച്ചടിയിലേക്ക് ആ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ്. കയ്പ്പയ്ക്ക വെച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത്. ഇതിന് ഉപ്പേരിയെന്നും മെഴുക്കുപുരട്ടിയെന്നും ഒക്കെ പറയും. ഞങ്ങൾ ഉപ്പേരി എന്നാണ് എല്ലാത്തിനും പറയാറുള്ളത്. കയ്പ്പയ്ക്ക ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക, എന്നിട്ട് അതിനുള്ളിലെ കുരുവൊക്കെ കളയുക. എന്നിട്ടൊരു പാത്രത്തിനകത്തേക്ക് കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക്, ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. മൺചട്ടിയിലൊക്കെ അടച്ച് വെച്ചിട്ട് വേവിക്കാവുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതുപോലെ അടച്ച് വെച്ച് ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ 3 റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.